എന്താണ് സത്യം, ഏതാണ് സത്യം, ആരാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴേ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. എന്നെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്ത് ഞാൻ അങ്ങനെയല്ല സത്യാവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവരെനിക്ക് അയച്ചൊരു വോയിസ് ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു തരാം. ആളുടെ നമ്പർ ഇതാണ്. നമ്പർ സഹിതം ഞാൻ കാണിക്കാൻ കാരണം ഫേക്ക് അല്ല എന്നുള്ളതാണ്. ഇത് ഡേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 26-ാം തീയതി, ജനുവരി 26-ാം തീയതിയാണ് വരുന്നത്. ഇനി ഇതെന്താ പറയുന്നതെന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് ഞാനിടാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും. ജസ്ന, ഈ ഇപ്പൊ എന്താ ഉദ്ദേശിച്ചത്? ആദ്യം പറഞ്ഞത് മാറാടില്ല ആള് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത്. ജസ്ന, ഈ എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കേ. എന്നിട്ട് ഈ ഒന്ന് എന്ത് ചെയ്യണ്ടു, ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാന്നുള്ളത് നോക്കൊണ്ടു. ഒരാൾ പറയുന്നത് കേട്ട് ഒരാളുടെ പ്രേരണയില് വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് പൊതുസമൂഹത്തിൽ പറയുന്ന ആളാണ്. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് മറ്റൊരാൾക്കെതിരെ വീഡിയോ ചെയ്യാനോ പ്രവർത്തിക്കാനോ എന്നുള്ള പരിപാടി അത് ഞാൻ പൊതുവെ ചെയ്യലില്ല. പിന്നെ പൊതുജനാഭിപ്രായങ്ങൾ വന്നിട്ട് പല ആളുകളും വാട്സപ്പിലും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ വിഷയത്തിൽ ഒരാളും ഒരു പൊതുജനാഭിപ്രായം പറഞ്ഞിട്ടില്ല. എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്ത വീഡിയോ ആണിത്. എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത്. അല്ലാതെ ഈ മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് ചെയ്യാണ്. അപ്പൊ പിന്നെ ഞാൻ വീഡിയോ ചെയ്യണതിൽ എന്താ അർത്ഥമുള്ളത്? എൻ്റെ നിലപാട് എന്താണ് അവിടെ എന്താ പറയാ സൂചിപ്പിക്കാനുള്ളത്? ഒരു നിലപാടും ഇല്ലല്ലോ. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല, അതെനിക്ക് തെറ്റി. പക്ഷെ എൻ്റെ FIR കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതും ഈ കരുതിയ ആളുകൾ ആരുമല്ല, BJPക്ക് അകത്ത് തന്നെയുള്ള ആളുകളാണ് FIR കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത്. അതുകൂടെ ഞാനിവിടെ എടുത്ത് പറയുന്നത് വേറൊരു വിഷയം കൊണ്ടാണ്, ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. BJPയിൽ തന്നെ ഉള്ള ആളുകളാണ് എനിക്ക് FIR കോപ്പികൾ അയച്ചു തന്നിട്ടുള്ളത്. എനിക്കെതിരെ ഫസ്റ്റ് വീഡിയോ ചെയ്ത് വൈറലായതിന് ശേഷം. പിന്നെ ഈ FIR കോപ്പികൾ പുറത്ത് വന്നിട്ടുള്ളതും അവര് മുഖാന്തരം തന്നെയാണ് എന്നുള്ളത് കൂടെ ഈ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും. കാരണം എന്താ അറിയോ, അലി അക്ബറിന് രാമസിംഹനൊക്കെ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയില്ലേ? ആ ഒരു അവസ്ഥ വരും, അവസാന നിമിഷത്തിൽ ആ ഒരു അവസ്ഥ വരും. 100-ൽ 99% നിന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ നിനക്കെതിരെ തിരിയുന്ന ഒരു ദിവസം വരും. ഈ ഒരു വോയിസ് ഉണ്ടല്ലോ, ഈ എവിടെയാണെന്ന് വെച്ചാൽ സേവ് ചെയ്ത് വെച്ചോ. പല ആളുകളുടെയും അനുഭവം ഞാനുമായിട്ട് ഷെയർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്ര മാത്രമേ ഈ ഒരു വിഷയത്തിലേക്ക് പറയാൻ. ആരാണോ, എന്താണോ, എങ്ങനെയാണോ, എന്തിനാണോ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് അയാൾ പറഞ്ഞ കാര്യം ഇന്ന് സത്യമായി. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു RSSകാരും BJPക്കാരും യഥാർത്ഥത്തിലുള്ള ആൾക്കാർ എന്നെ ഒരിക്കലും ഉപദ്രവിക്കൂല. അവരുടെ ലേബൽ വെച്ചിട്ട് ആരോ ഉപദ്രവിക്കുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇപ്പോഴും പറയാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന് ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പറ്റുക. അതിലേക്ക് അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്കറിയാത്തൊരു മതമായിരുന്നു, അറിയാത്തൊരു വിശ്വാസമായിരുന്നു. അതിൽ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കി തരികയായിരുന്നു ചെയ്യേണ്ടത്, അല്ലാതെ കല്ലെറിയല്ലായിരുന്നു ചെയ്യേണ്ടത്.